കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടായിരുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാം സംശയത്തിന്റെ മുനയിലേക്കാണ് കമ്മീഷനെ നിർത്തിയത്. തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി 2 തവണ കമ്മീഷനെതിരെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതാണ്. ആദ്യ വാർത്താ സമ്മേളനം കഴിഞ്ഞപാടെ രാഹുൽ ഗാന്ധിയെ പാഠം പഠിപ്പിക്കാൻ കമ്മീഷൻ ഇറങ്ങിയിരുന്നു. എന്നാൽ 1 മാസത്തിന് ശേഷം വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ വാർത്താ സമ്മേളനത്തോടെ രാഹുലിനെ ഒതുക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി മോദിയും കേന്ദ്ര സർക്കാരും പറയുന്നത് കേട്ടു നിന്നാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ കമ്മീഷൻ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി അംഗീകരിക്കുകയാണ്. 2019 മുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമുണ്ട്. വോട്ടെണ്ണുന്ന വേളയിൽ പോസ്റ്റൽ വോട്ടും EVM-ഉം ഒന്നിച്ചെണ്ണരുതെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതാണ് പതിവ്. എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങി അത് തീരുന്നതിന് മുൻപേ EVM തുറന്ന് എണ്ണുകയായിരുന്നു പതിവ്. ആ നടപ്പ് രീതിയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി മുതൽ പോസ്റ്റൽ ബാലറ്റുകൾ എത്രയുണ്ടോ അത് പൂർണ്ണമായും എണ്ണുന്നതുവരെ EVM-ൽ തൊട്ടുപോകരുതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പതിവിന് വിപരീതമായി ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ അധികമായി എത്തുന്നുണ്ട്. 85 വയസ്സ് പൂർത്തിയായ വയോധികർക്ക് ആവശ്യമെങ്കിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാമെന്നതാണ് ചട്ടം. ഇത് ഉപയോഗിച്ചു തുടങ്ങിയതോടെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കുതിച്ചുയരുകയായിരുന്നു. ഇതോടെയാണ് പ്രതിപക്ഷം പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും ആദ്യം എണ്ണണമെന്ന് ആവശ്യപ്പെട്ടത്. നേരത്തെ പോസ്റ്റൽ വോട്ടുകളെപ്പറ്റി കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില അട്ടിമറി സാധ്യതകൾ പോസ്റ്റൽ വോട്ടിംഗിൽ ഉണ്ടായിരുന്നു. കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ ഈ അട്ടിമറിക്കുള്ള സാധ്യതകളാണ് മങ്ങുന്നത്. DMK, കോൺഗ്രസ് പാർട്ടികളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നത്. 6 വർഷമായിട്ടുള്ള ആവശ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ-സൈൻ ഫീച്ചർ അവതരിപ്പിച്ചത് വലിയ നേട്ടമായി പ്രതിപക്ഷം പറഞ്ഞിരുന്നു. രാഹുൽ ശക്തമായി ഇടപെട്ടതോടെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനുള്ള ഇ-സൈൻ എന്ന പുതിയ ഫീച്ചർ കമ്മീഷൻ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ചാടിക്കയറി EVM തുറക്കരുതെന്ന ഉത്തരവും കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.